ജിം എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വെസ്റ്റേൺ ഘാട്ട് ഹിൽസിലെ സൈലന്റ് വാലിക്ക് അടുത്ത് അഗളിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രൂക്ക് ഹിൽ ഹോളിസ്റ്റിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊമോട്ട് ചെയ്യുന്ന വയാസ് എന്ന റിസോർട്ടിനെ കുറിച്ചും ആ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകളുമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. വയാസ് എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ പറയുന്നത് പുനരുജ്ജീവനം എന്നുള്ളതാണ്. പ്രകൃതിയോടെ ഇണങ്ങി താമസിക്കാൻ കഴിയുന്ന ഒരു റിസോർട്ടാണിത്. ഈ റിസോർട്ടിനകത്ത് തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ്, യോഗ മുതലായ എല്ലാമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ആയുർമന എന്ന സ്ഥലത്താണ്. ഏതാണ്ട് ഈ കുന്നിൻ ചെരുവിന്റെ പകുതി സ്ഥലത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ എത്തുന്നതാണ് ആയുർമനയിൽ. അവിടെയാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളങ്ങനെ ആയുർമനയിൽ എത്തിയിരിക്കുകയാണ്. ഈ ആയുർമനയുടെ അകത്തുള്ള വിശേഷങ്ങളൊന്നും നമുക്ക് കാണാം. ഇതിനകത്ത് നല്ലൊരു ഫൗണ്ടൻ ഉണ്ട്. അതുപോലെ തന്നെ ആ റൗണ്ടിൽ ചുറ്റുമായിട്ടും താമസിക്കാനും ട്രീറ്റ്മെന്റിനുള്ള മുറികളും എണ്ണത്തോണിയും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം ഒന്ന് പെട്ടെന്ന് നടന്ന് കാണാം.
ആയുർമനയ്ക്കകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും മുകളിലേക്ക് പോകണം, റിസോർട്ടിന്റെ ഭാഗത്തേക്ക്. ഈ ആയുർമനയിലുള്ള ട്രീറ്റ്മെന്റ് റൂമുകളും ട്രീറ്റ്മെന്റിനുള്ള ഗസ്റ്റ് താമസിക്കാനുള്ള മുറികളുമാണ്. ഇതിനുശേഷം നമ്മൾ പോകുന്നത് റിസോർട്ടിന്റെ ഭാഗത്തേക്കാണ്. ഞങ്ങളങ്ങനെ റിസോർട്ടിന്റെ മെയിൻ ഓഫീസിന് അടുത്തെത്തി. ഇവിടുത്തെ മാനേജർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇവിടെ തന്നെയാണ് സ്വാദം ഡൈനിങ് ഹാൾ ഉള്ളത്. ഓർഗാനിക് വെജിറ്റബിൾസ് കൊണ്ടുള്ള ഫുഡാണ് ഇവിടെ. സാധാരണയായി ഫിലിം സ്റ്റാർസ് എല്ലാം വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. റിസോർട്ടുകൾക്ക് ചുറ്റും മനോഹരമായ ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ റിസോർട്ടിൽ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ വ്യൂസ് ആണ്. അഗളിയിലെ മലനിരകളുടെ കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് അഗളിയുടെ കാഴ്ചകൾ അല്പം കാണാം. ഈ റിസോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം wayas.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഗൂഗിൾ ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കിട്ടും. അതുപോലെ റൂം താരിഫ് എല്ലാം അറിയാവുന്നതാണ്. അഗളിയിൽ നിന്ന് വയാസ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ റൂട്ട് മാപ്പ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എത്താൻ സൗകര്യമുള്ളതാണ്.
നെറ്റിന് വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസോർട്ടിൽ എത്തുന്നവരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലുള്ള പ്രത്യേകത, തൂണിന്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ താഴെ അഗാധമായ ഗർത്തം ഒക്കെയിലേക്കാണ് നമ്മൾ കാണുക. സേഫ്റ്റി ഉണ്ട്. നമ്മൾ എത്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന താഴെ ഉള്ള മലനിരകളാണ്. കുട്ടികൾക്കുള്ള ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ വലിയവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള വേറെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. അകളിയുടെ മിസ്റ്റ് എല്ലാം വരെയുള്ള സമയത്ത് നല്ല തണുപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ കാഴ്ചകൾ നല്ല മനോഹരമായിരിക്കും. നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കാണാം.
ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അഗളിയുടെ മലനിരകളെല്ലാം കാണാൻ വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റത്ത്, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് നിന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് മുകളിലേക്ക് പുറത്തേക്ക് നോക്കിയാൽ തന്നെ കാണുന്നത് താഴെ മലനിരകളാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ സ്വിമ്മിംഗ് പൂളിന് പുറത്തേക്ക് വീണ്ടും അല്പം എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ വീണ്ടും പണിതിട്ടുണ്ട്. എന്നാൽ തന്നെ ഏതാണ്ട് 6 അടിയോളം താഴ്ചയുണ്ട് സ്വിമ്മിംഗ് പൂളിന് ഈ ഭാഗത്ത്. നമുക്ക് അങ്ങനെ എത്തിച്ചു നോക്കാനായിട്ട് അത്ര താഴെ നിന്നുകൊണ്ട് പറ്റില്ല, അത്രയും സേഫ്റ്റിക്കിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ ഞങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ മനോഹരമായ കാഴ്ചകളാണ്. അഗളി എക്സ്പ്ലോറേഷൻ്റെ മറ്റു പല വീഡിയോകളും ഞാൻ ഈ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാത്തവര് ആ വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അഗളിയിലെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് മറ്റു പല വീഡിയോകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളങ്ങനെ ഈ റിസോർട്ടിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഈ കുന്ന് ചുറ്റി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ചുറ്റുപാടും നല്ല കാഴ്ചകൾ തന്നെയാണ് വാഹനത്തിലിരുന്ന് കാണാൻ കഴിയുന്നത്. നമ്മളങ്ങനെ ഇവിടെ താഴെ നമ്മളെ എൻട്രൻസ് ഓഫീസിന്റെ അടുത്തെത്തി. മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ നിർത്തി കാഴ്ചകളൊന്നും കണ്ടില്ല. നേരെ ഇവിടുത്തെ ഗൈഡിനെ ഫോളോ ചെയ്ത് നമ്മൾ പോവുകയാണ് ചെയ്തത്. ഇവിടെ ഇറങ്ങിയപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാമെന്ന് കരുതി. കുട്ടികൾക്കുള്ള മനോഹരമായ പാർക്കും അതുപോലെ തന്നെ ഫിഷ് ഫീഡിങ്ങിനായിട്ടുള്ള ഒരു കുളവും, വളരെ മനോഹരമായ മറ്റൊരു കുളവും നമ്മളിപ്പോൾ കാണുന്നത് പോലെ അതിൻ്റെ ഒരു ഭാഗത്ത് പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. മറ്റൊരു ഭാഗത്ത് വളരെ വലിയൊരു കുളം. ഇവിടെ ഒരു ഏറുമാടമുണ്ട്. റിസോർട്ടിനകത്തേക്ക് ഓരോ ഭാഗത്തേക്കും പോകാനായിട്ടുള്ള വഴികളെല്ലാം ഇവിടെ കൃത്യമായിട്ട് സൈൻ ബോർഡുണ്ട്.
എൻഎസിനോട് ചേർന്ന് തന്നെ ഫിഷ് ഫീഡിങ്ങിനുള്ള ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഈ ഫിഷ് ഫീഡിങ്ങിൻ്റെ ഭാഗം കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റിസോർട്ടിൻ്റെയും അകളിയുടെയും കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടു മടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.